പൗരുഷൻ്റെ ഏറ്റവും പ്രിയമുള്ള പ്രേക്ഷകർക്ക് സ്നേഹവന്ദനം. വചനപ്രഭാതത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 21 സങ്കീർത്തനം 4 വാക്യമാണ്. ഇന്നലെയും ആ വചനം വായിച്ചതാണ്. ഇന്നലെ നമ്മൾ ആരോഗ്യവും ദീർഘായുസ്സും എന്ന ഭാഗം ചിന്തിച്ചു. എന്നാൽ ഞാനത് മറ്റൊരു തർജ്ജിമയിൽ നിന്ന് നോക്കിയപ്പോൾ ദീർഘായുസ്സിനും അപ്പുറത്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. ഞാനൊന്ന് വായിച്ചോട്ടെ. അത് വാങ്ങാൻ ഇപ്പം ആ ബൈബിൾ ഇറങ്ങിയിട്ടില്ല. മൊബൈലിനകത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നു. അപ്പം മൊബൈൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് പിണങ്ങരുതേ പ്ലീസ്. അദ്ദേഹം അങ്ങയോട് തൻ്റെ ജീവന് വേണ്ടി യാചിച്ചു. അങ്ങ് അത് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അനന്തകാലത്തേക്കുള്ള ദീർഘായുസ്, അന്തമില്ലാത്ത ദീർഘായുസ് ആർക്കെങ്കിലും ഉണ്ടോ? ആദാമിന് പോലും 1000 മുമ്പ് തീർന്നില്ല. അനന്തമായ ആയുസ് ഉണ്ടോ? ഉണ്ട്. അത് ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ഉള്ളവന് നിത്യജീവനുണ്ട് എന്നെഴുതിയിരിക്കുന്നു. അപ്പോ എനിക്ക് ആകാശത്തിലൂടെ പറക്കാൻ പറ്റില്ല. ബലൂണും പാരച്യൂട്ടും ഒക്കെ അതൊക്കെ പ്രായോഗികമല്ല. എന്നാൽ 17 മണിക്കൂർ ഒറ്റ ഇരിപ്പിൽ ഞാൻ പറന്നിട്ടുണ്ട്. അതെങ്ങോട്ടാണെന്നറിയാമോ? കാനഡയിൽ നിന്ന് ഇന്ത്യയിലോട്ട്. അത്രയും സമയം പറക്കാൻ പറ്റുമോ? പറ്റിയല്ല. അസാധാരണ ശക്തിയുള്ള 1 2 എഞ്ചിൻ പിടിപ്പിച്ച ശക്തനായ ഒരു വിമാനത്തിൽ കയറി ഞാൻ അങ്ങ് ഇരുന്നു കൊടുത്തു. പിന്നെ ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോയി കാണും. പക്ഷേ എനിക്ക് പറക്കാൻ പറ്റുന്നുണ്ട് ഉറങ്ങുമ്പോഴും. ഇതുപോലെ ഞാൻ ക്രിസ്തുവിൽ മറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് നിത്യജീവൻ ലഭിക്കുന്നു. എനിക്ക് അനന്തമായ ജീവൻ ലഭിക്കുന്നു. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ യു കെയിം ടു ഗ്രീറ്റ് ഹിം വിത്ത് റിച്ച് ബ്ലെസ്സിങ്സ്. യു കെയിം ടു ഗ്രീറ്റ് ഹിം വിത്ത് റിച്ച് ബ്ലെസ്സിങ്സ്. യു placed a crown of pure gold on his head. He asked you for life, and you gave it to him. You promised him days. You promised him days that would never end. You promised him days that would never end. അന്തമില്ലാത്ത ദിനങ്ങൾ നീ അവന് നൽകി. അവൻ നിന്നോട് ജീവനെ ചോദിച്ചു, നീ അവന് അനന്തമായ ജീവൻ നൽകി. അവൻ നിന്നോട് ദിവസങ്ങളെ ചോദിച്ചു, നീ അവന് അനന്തമായ ദിവസങ്ങൾ നൽകി. നെവർ എൻഡ് ഡേയ്സ്. ഇത് അത്ഭുതകരമായ ഒരു സന്ദേശമാണ് നമുക്ക്. ഞാൻ നിങ്ങളുടെ സ്നേഹിതനാണ്. നിങ്ങൾ എന്നും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നു. ഇന്നലെയും ഞാനൊരു വലിയ ജനക്കൂട്ടത്തിൻ്റെ മധ്യേ നിൽക്കുകയായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടമുള്ള മീറ്റിങ്ങുകളിലൊന്ന്. അതിനകത്തെ അപ്പച്ചന്മാരെന്നോട് പറഞ്ഞത്, ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ പാസ്റ്ററുടെ വചനം കേൾക്കും.
ഒരു ദിവസം കേട്ടില്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എടുത്ത് ഞങ്ങൾ കേൾക്കും. അപ്പം എന്നെ എന്നും കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, സ്നേഹത്തോടെ പറയുക, ഒരു മകനെ പോലെ, അനുജനെ പോലെ പറയുകയാണ്. എന്താ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്? ഇത് തിരിച്ചറിഞ്ഞേച്ച് നമ്മൾ ഇനിയും പ്രാർത്ഥിക്കും. ജീവനെ ചോദിച്ചാൽ നിത്യജീവൻ തരുന്ന ദൈവം, ദിവസങ്ങൾ ചോദിച്ചാൽ അനന്തമായ ദിവസങ്ങൾ തരുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിത്യജീവനെ തന്നെ ലക്ഷ്യമാക്കാം. നാം നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. വി ആർ കോൾഡ് ടു എറ്റേണൽ. നാം നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തുവിലാണ് ലഭിക്കുന്നത്. ഗാഡ് ബ്ലസ് യു.